ഇനി അവസാനം ഏതായാലും അല്ലെ രാവിലെ BJP ഓഫീസിന് മുന്നിൽ വെച്ച് നിരാശരായ പ്രവർത്തകർ പറയുന്നത് ഇല്ല ഞങ്ങൾ ഒരുമിച്ച് ചേരും. ആര് ഇന്നലെ വരെ എതിർത്ത ജനതാദളിനോട് ഒരുമിച്ചാണെങ്കിലും ഞങ്ങൾ BJP മാറ്റി നിർത്തും എന്ന് പറയുന്നു. അശോക എന്ന് പറയുന്ന മന്ത്രി പറയുന്നു ഞങ്ങൾ ഭരിക്കും, 80 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്നു. അതൊക്കെ പോയി 64ലേക്കോ 65ലേക്കോ എത്തി. ജനതാദളിന്റെ ബാർഗൈനിങ് പവർ, കിങ് മേക്കർ ആകും, കിങ് ആവും, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണെന്ന് ഇന്ന് രാവിലെ പറഞ്ഞ് നമ്മുടെ താജിൽ പോയിരിക്കുന്ന കുമാരസ്വാമിയുടെ പാർട്ടി മെലിഞ്ഞ് ഇല്ലാതായപ്പോ ഇനി പുതിയൊരു സ്വപ്നം കാണുകയാണ്. ഒന്ന് പ്ലാൻ എ പൊട്ടി, പ്ലാൻ ബി പൊട്ടി, പ്ലാൻ സി പൊട്ടി, ഇനി പ്ലാൻ ഡി ആണ്. എന്താണ് പ്ലാൻ ഡി? ഒരുമിച്ചിരുന്ന് ശപിക്കുക, കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ഭരണം പോവട്ടെ എന്ന് ശപിക്കലാണ്. ഞങ്ങൾ ആ ശാപവാക്കുകളെ ഞങ്ങൾ അതിജീവിക്കും. കാരണം ജനങ്ങളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഞങ്ങൾ ആത്യന്തികമായി കൺസിഡർ ചെയ്യുന്നത് ജനങ്ങളെയാണ്. ഞങ്ങളുടെ വാഗ്ദാനങ്ങളാണ് ജനങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമാക്കിയത്. ഞങ്ങൾ എതിർത്ത BJPയുടെ അഴിമതിയാണ് ഞങ്ങൾ. കോൺഗ്രസിന്റെ സ്റ്റെപ്സ് എന്താണ്? എവിടെയാണ് അടുത്ത MLA-മാരുടെ യോഗമുണ്ട്? ഒരുപക്ഷെ ഈ MLA-മാർ പ്ലാൻ ബി എന്നതൊരു വലിയ ഭീഷണിയായി നിൽക്കുമ്പോൾ അതിന്റെ ചില കരുതലുകൾ വേണം. അതിന് ചിലപ്പോൾ റിസോർട്ട് വേണം, അത് ചിലപ്പോൾ അങ്ങനെയുള്ള കരുതലുകളൊക്കെ വേണം. അതൊക്കെ എങ്ങനെയാണ്? അതിന്റെ പ്ലാൻ എന്താണ്? കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം എപ്പോഴായിരിക്കും? ഇത്യാദി കാര്യങ്ങൾ അറിയുന്നുണ്ടോ? അല്ല, റിസൾട്ട് വന്നിട്ടില്ല. നാളെ ഉച്ചയോടുകൂടിയാണ് CLP മീറ്റിംഗിനകത്ത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി കിട്ടാവുന്ന സോഴ്സുകൾ വെച്ച് അറിയുന്നിടത്ത് നാളെ തന്നെ പ്രഖ്യാപിക്കുകയും ഏറ്റവും അടുത്ത ദിവസം തന്നെ BJP ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരണം കർണാടകയിൽ വരുമെന്നാണ് കിട്ടിയിരിക്കുക. എന്തായാലും അതിലൊരു ഡിലേ ഉണ്ടാവില്ല. പക്ഷെ ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരോട് അഭിപ്രായം ചോദിക്കാതെ മോളെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അഭിപ്രായം പറയട്ടെ, അഭിപ്രായം പറഞ്ഞ് തീരുമാനിക്കും. ഒരു കാര്യം നിങ്ങൾക്ക് അടിവരയിട്ട് പറയാം, തർക്കമുണ്ടാവില്ല. DK ശിവകുമാറിന്റെ കണ്ണീർ നിങ്ങൾ കാണണം. ആ കണ്ണീർ ജയിലിലടച്ച സമയത്തുള്ള അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ഉറങ്ങാതെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴുള്ള അതിനൊക്കെയുള്ള റിസൾട്ട് കിട്ടിയപ്പോഴുള്ള സ്നേഹത്തിന്റെ കണ്ണീരാണ്. ആ കണ്ണീര് സിദ്ധാരാമയ്യ ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിച്ചത്. ഒരു തലത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല.